ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ട്രയാങ്കിൾസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഈ ട്രയാങ്കിൾസിന് എത്ര ആംഗിൾസ് ആണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ ട്രയാങ്കിൾസിന് 3 ആംഗിൾസ്, അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ട്രൈ ആംഗിൾസ് എന്ന പേര്, ട്രയാങ്കിൾസ് എന്ന പേര് വന്നത്. ഈ 3 ആംഗിൾസുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു സംഖ്യ കിട്ടുള്ളൂ. അത് എത്രയെന്നറിയാവോ? 180, 180 ആണ് എപ്പോഴും. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, അതൊരിക്കലും മാറൂല. അതായത് ഈ 3 ആംഗിൾസുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും എത്രയായിരിക്കും? 180 ആയിരിക്കും അവിടെ അതിൻ്റെ സമ്മ് വരുന്നത്. ഓക്കെ, ഇനി ഇത് ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, പോളിഗൺസ്, ബഹുഭുജങ്ങൾ എന്ന പേര് കേട്ടിട്ടുണ്ടാകും. അതിലെ ഏറ്റവും ബേസായിട്ട് തുടക്കത്തിലുള്ള ഏറ്റവും ചെറിയ ബഹുഭുജം പോളിഗണാണ് എന്തെന്ന് പറയുന്നത്? ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുകളിലേക്കും ഉണ്ടാവൂലേ? എങ്ങനെ ഉണ്ടാകും? ഇപ്പോൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന് എത്ര ആംഗിൾസ് ഉണ്ടെന്ന് പറഞ്ഞു? ഞാൻ 3 ആംഗിൾസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അതിന് മുകളിലേക്കുള്ള ബഹുഭുജങ്ങൾ പോളിഗൺസ് ഏതൊക്കെയായിരിക്കും? 4 ആംഗിൾസ് വരുന്നുണ്ടാകും, 5 വരുന്നുണ്ടാകും, 6 വരുന്നുണ്ടാകും. അങ്ങനെ മുകളിലേക്ക് ഓരോ എണ്ണം നമ്മൾ ആംഗിൾസ് കൂട്ടുന്നതനുസരിച്ച് ഓരോ പേരിലുള്ള ബഹുഭുജങ്ങൾ പോളിഗൺസ് നമുക്ക് കിട്ടും. 4 ഉള്ളതിന് നമ്മൾ എന്താ വിളിക്കുക? ചതുർഭുജം, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കും. 5 കോണുകളുള്ളതിന് നമ്മൾ എന്താ വിളിക്കുക? പഞ്ചഭുജം, അല്ലെങ്കിൽ പെൻറ്റഗൺ എന്ന് വിളിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരോ കോണുകളുടെ എണ്ണം കൂട്ടും തോറും ഓരോരോ പുതിയ പുതിയ പോളിഗൺസ് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയ പോയിന്റ് എന്താണ്? ട്രയാങ്കിൾസിൻ്റെ 3 ആംഗിൾസുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും എത്രയായിരിക്കും? 180 ആയിരിക്കും അതിൻ്റെ സം എന്ന് പറയുന്നത്. ഇനി ഇതേ കാര്യം നമ്മൾ അടുത്ത പോളിഗണിലോട്ട് നോക്കാൻ പോവാം. അടുത്ത പോളിഗൺ ഏതാണ്? ചതുർഭുജം, അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ. എന്താ ചതുർഭുജം? 4 ആംഗിൾസുകളുള്ള 4 സൈഡുകളുള്ള ഒരു രൂപത്തെ വിളിക്കുന്ന പേരാണെന്ത്? ചതുർഭുജം, അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ടോട്ടൽ ആംഗിൾസ് എത്രയാണ്, സമ്മ് എത്രയാണ്, എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഒരു മെത്തേഡ് ഉണ്ട്. എന്താണ് ഒരു മെത്തേഡ്? എല്ലാ ആംഗിൾസുകളും ഇങ്ങനെ നിരത്തി എഴുതിയിട്ട് നമുക്ക് കൂട്ടി നോക്കാം. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന വേറൊരു മെത്തേഡാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചതുർഭുജം ഇല്ലേ, അതിലെ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലോട്ട് 4 പോയിന്റുകൾ ഉണ്ടെന്നറിയാലോ, 4 കോണുകൾ ഉണ്ടെന്നറിയാലോ. അതിൽ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലോട്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയഗണലി നിൽക്കുന്ന മറ്റൊരു പോയിന്റിലോട്ട് നമ്മളൊരു വര വരച്ച് കഴിഞ്ഞാൽ ഈ ചതുർഭുജം 2 ത്രികോണങ്ങളായിട്ട് മാറുന്നുണ്ട്, 2 ട്രയാങ്കിൾസ് ആയിട്ട് മാറുന്നുണ്ട്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ മൊത്തം സം എത്രയാണ്? 180 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഒന്ന് മുകളിലുണ്ട്, ഒന്ന് താഴെയുണ്ട്. അപ്പോൾ 2 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ 2 ട്രയാങ്കിൾസ് ഉണ്ടാകുമ്പോൾ മൊത്തം ആംഗിൾസിൻ്റെ സം എത്രയായിട്ട് മാറും? 2 തവണ ഈ 180നെ കൂട്ടിയതാണ്. എത്ര ഉണ്ടാകും? 360 ഉണ്ടാകും. അപ്പോൾ ട്രയാങ്കിളിൻ്റെ മൊത്തം ആംഗിളിൻ്റെ സമ്മ് നമുക്കറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചതുരത്തിൻ്റെ, അല്ലെങ്കിൽ ചതുരം എന്ന് പറഞ്ഞാൽ 4 സൈഡ്സും 4 ആംഗിൾസ് ആണല്ലോ. അതിന് ഇപ്പോൾ കുറച്ച് ചെരിവൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് നമുക്ക് പിന്നെ ചതുരം എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചതുർഭുജം എന്നും ക്വാഡ്രിലാറ്ററൽ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആംഗിൾ കാണാൻ പറ്റും. ഇനി ഈ ചതുർഭുജം കഴിഞ്ഞാൽ 5 ആംഗിൾസുകൾ വരുന്ന മറ്റൊരാളെ നമ്മൾ പറഞ്ഞു. അതാരാണ്? പെൻറ്റഗൺ, അല്ലെങ്കിൽ എന്താണ് പെൻറ്റഗൺ? മലയാളത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? പഞ്ചഭുജം എന്നാണ് പറഞ്ഞത്. പഞ്ചഭുജ ആ വാക്കിൽ തന്നെ ഉണ്ട് എന്ത്? 5 ആംഗിൾസ്, 5 വശങ്ങളും ആണെന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റുക? ആംഗിൾസ് നമുക്ക് മൊത്തം ഇങ്ങനെ കൂട്ടി നോക്കാൻ പറ്റും നമ്മൾ പറഞ്ഞു. പക്ഷേ ആ മെത്തേഡ് അല്ല നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ എന്താണ്? ട്രയാങ്കിളിൻ്റെ മൊത്തം ആംഗിൾസിൻ്റെ സമ്മ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? ഈ പഞ്ചഭുജത്തിൻ്റെ മൊത്തം ആംഗിൾസിൻ്റെ സമ്മ് കണ്ടെത്താൻ പോവുകയാണ്. അതൊരു സിമ്പിൾ ട്രിക്കാണല്ലോ, നമുക്ക് എവിടെയോ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പഞ്ചഭുജത്തിൽ അപ്ലൈ ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? പഞ്ചഭുജം ഉണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ പഞ്ചഭുജത്തിൻ്റെ മൊത്തം ആംഗിൾസിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഞ്ചഭുജത്തിൽ എന്ത് ചെയ്യാണ്? ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യാണ്. അവിടെ നിന്ന് തൊട്ടടുത്തുള്ള പോയിന്റ്, അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ആംഗിൾ വരുന്ന ഭാഗമല്ലേ, അതിനെയാണ് നമ്മൾ പോയിന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ആംഗിൾ വരുന്ന ആ പോയിന്റ് നമ്മളെടുത്ത് സെലക്ട് ചെയ്ത പോയിന്റിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള പോയിന്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ള പോയിന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത പോയിന്റിൽ നിന്ന് ഇപ്പോൾ സെലക്ട് ചെയ്ത പോയിന്റിലോട്ട് നമ്മളൊരു വര നീട്ടി വരയ്ക്കുകയാണ്. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചഭുജം, അല്ലെങ്കിൽ ഈ പെൻറ്റഗണ് 2 ആക്കിയിട്ട് തിരിക്കാൻ പറ്റും. അതിൽ ഒരു ചെറിയ ഭാഗം ഉണ്ടാവും, ഒരു വലിയ ഭാഗം ഉണ്ടാവും. ഈ ചെറിയ ഭാഗം എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഒരു ത്രികോണമായിരിക്കും, ഒരു ട്രയാങ്കിൾ ആയിരിക്കും.
മറ്റേ വലിയ ഭാഗം എന്തായിരിക്കും? ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഒരു ചതുർഭുജമായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗം കിട്ടി അല്ലേ? ഇതിൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ മൊത്തം തുക എത്രയാണെന്ന് നമുക്കറിയാലോ. എത്രയാണ് ആ സമ്മ് വരുന്നത്? 180 നമുക്കറിയാം. ഇനി ബാക്കിയുള്ള തൊട്ട് മുകളിലുള്ള ചതുർഭുജത്തിൻ്റെ മൊത്തം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 360 ഇനി ആ 360 നിങ്ങൾക്ക് ഓർമ്മയില്ല. എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത പോയിന്റ് ഇല്ലായിരുന്നോ? ആ പോയിന്റിൽ നിന്ന് ഒരു വര നമ്മൾ ആദ്യം വരച്ച വര വരുന്ന പോയിന്റില്ല, അത് കഴിഞ്ഞ് വരുന്ന പോയിന്റിലോട്ട് വരക്കുക. അങ്ങനെ വരക്കുമ്പോൾ നമ്മൾ കയ്യിലുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ചതുർഭുജത്തിൻ്റെ ഭാഗമില്ലേ, അത് വീണ്ടും സ്പ്ലിറ്റ് ആയിട്ട് എന്തായിട്ട് മാറും? ട്രയാങ്കിൾ ആയിട്ട് മാറും. അപ്പം മൊത്തം 3 ട്രയാങ്കിൾസ് ആയിട്ട് ഒരു പഞ്ചഭുജത്തെ തിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര വേണ്ടി വരും? ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തം ആംഗിളിൻ്റെ തുക എത്രയാണ്? 180. അങ്ങനെ 3 വരുമ്പോൾ 3 തവണ 180 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ മൊത്തം ആംഗിളിൻ്റെ തുക കിട്ടുന്നതാണ്. അപ്പോൾ സിമ്പിൾ അല്ലേ കാര്യം? ഇതേ രീതിയിൽ നമുക്ക് 6 വശങ്ങളുള്ള 6 ആംഗിൾസുകളുള്ള പോളിഗൺ ആയിട്ടുള്ള ഷഡ്ഭുജം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ രൂപത്തിൽ കാണാൻ പറ്റും. ഇതിൻ്റെ എത്ര വരും? അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് ഉത്തരം വരാമെന്നോ? അത് 1080 ആയിരിക്കും അതിൻ്റെ ഉത്തരം വരിക. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ രൂപത്തിൽ ഇതേ രൂപത്തിൽ എന്ത് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന ഷഡ്ഭുജത്തെ, അതായത് 6 വശങ്ങളും 6 കോണുകളുള്ള ഒരു ചിത്രമാണ് എന്ത്? ഷഡ്ഭുജം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ രൂപത്തിൽ വരകൾ വരച്ചുകൊണ്ട് കുറേ എന്താക്കി മാറ്റണം? ട്രയാങ്കിൾസുകളാക്കിയിട്ട് അതിനെ മാറ്റിയെടുക്കണം. എന്നിട്ട് ഈ ട്രയാങ്കിൾസുകളുടെ ഓരോ ട്രയാങ്കിളുടെയും 180കൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ 180നെ മൊത്തം ട്രയാങ്കിൾസിൻ്റെ എണ്ണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു ചെയ്യണം, ഗുണിക്കണം. അന്നേരം നമുക്ക് എത്ര കിട്ടും? 1080 ഉത്തരം കിട്ടും. സിമ്പിൾ അല്ലേ കാര്യം? അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ നിന്നുള്ള ഗുണം എന്താ മനസ്സിലായോ? നമുക്ക് അത്ര ബുദ്ധിമുട്ടി എല്ലാ ആംഗിൾസുകളും തമ്മിൽ കൂട്ടേണ്ട ഒരു ആവശ്യമുണ്ടോ അവിടെ? ഇല്ല. നമുക്ക് ആംഗിൾ അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ട്രയാങ്കിൾസിൻ്റെ മൊത്തം ആംഗിൾസിൻ്റെ തുക അറിയുന്നത് കൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ട് ഇനി നമുക്ക് എത്ര വലിയ പോളിഗൺ തന്നു കഴിഞ്ഞാലും അതിൻ്റെ ആംഗിൾസിൻ്റെ ടോട്ടൽ സമ്മ് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സെറ്റല്ലേ കാര്യം?